ക്വസ്റ്റ്യൻ വായിക്കാം. Find the resultant of the system of forces shown in figure and the point of intersection of its line of action with ഫസ്റ്റ് എന്ന് പറയുന്നത് ലൈൻ എ സി, സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ലൈൻ സി ഡി ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷനാണ് ഇത്. റിസൾട്ടൻ്റെ ഡയറക്ഷൻ്റെ ഇക്വേഷനാണ് ഇത്. റിസൾട്ടിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. സിഗ്മ എച്ചും സിഗ്മ വിയും നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ടൻ്റ് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിഗ്മ എച്ച് എടുക്കാം. സിഗ്മ എച്ച് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മാണ്. ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക, ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കുക. ഇവിടെ നിങ്ങൾ ഓരോ ഫോഴ്സിനെ നോക്കുക. ഇത് രണ്ടും വെർട്ടിക്കലാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? മൊമെൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഇനി ഒരു ഫോഴ്സ് ഏതാണ്? ഇതാണ് അല്ലേ. ഇതെന്ത് ഫോഴ്സാണ്? ഹൊറിസോണ്ടലാണ്, റൈറ്റിലേക്കാണ്. അപ്പോൾ പോസിറ്റീവാണ്, അതായത് +300. അടുത്ത് നമുക്ക് സിഗ്മ വി എടുക്കാം. വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ. ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക, ഫോഴ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. ഇവിടെ നോക്കി, ഇത് രണ്ടും വെർട്ടിക്കൽ ഫോഴ്സാണ്. ഇത് അപ്വേർഡാണ്. 100 ന്യൂട്ടൺ എന്ന് പറയുന്നത് അപ്വേർഡാണ്, അപ്പോൾ പോസിറ്റീവാണ്. 200 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഡൗൺവേർഡാണ്, അപ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് ആൻസർ എടുക്കുന്നത് -100 ന്യൂട്ടൺ എന്ന് കിട്ടും. സിഗ്മ എച്ചും കിട്ടി, സിഗ്മ വിയും കിട്ടി. റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. റിസൾട്ടൻ്റെ ഇക്വേഷൻ എഴുതുക. എഴുതിയതിന് ശേഷം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 300ൻ്റെ സ്ക്വയർ പ്ലസ് -100ൻ്റെ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് റിസൾട്ടൻ്റ് കിട്ടുന്നത് 316.23 ന്യൂട്ടൺ എന്നാണ് റിസൾട്ടൻ്റ് കിട്ടുന്നത്. അപ്പോൾ റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചല്ലേ, എളുപ്പമായിരുന്നു. അടുത്ത് നമുക്ക് റിസൾട്ടിൻ്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ എങ്ങനെയാണ് ഇക്വേഷൻ? ടാൻ ഇൻവേഴ്സ് സിഗ്മ വി ഡിവൈഡ് ബൈ സിഗ്മ എച്ച് ആണ്. സിഗ്മ വി എന്ന് പറയുന്നത് -100 ആണ്. പക്ഷേ നമ്മൾ തീറ്റയുടെ ഇക്വേഷനിൽ മൈനസ് ഇടേണ്ട കാര്യമില്ല, പോസിറ്റീവ് വാല്യൂ മാത്രം ഇട്ടാൽ മതി. സിഗ്മ എച്ചും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീറ്റേൻ്റെ ആൻസർ കിട്ടുന്നത് 18.43 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ തീറ്റേൻ്റെ വാല്യൂ കിട്ടി. അതായത് റിസൾട്ടൻ്റ് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് കിട്ടി? 18.43 എന്ന് കിട്ടി. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കി, സിഗ്മ എച്ച് നോക്കുക. സിഗ്മ എച്ചിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവാണ് അല്ലേ, +300 ആണ്. അപ്പോൾ എങ്ങോട്ടായിരിക്കും വരിക? റൈറ്റിലേക്കായിരിക്കും വരിക. അപ്പോൾ സിഗ്മ എച്ച് നമ്മൾ റൈറ്റിലേക്ക് വരച്ചു. അടുത്തത് സിഗ്മ വി എന്ന് പറയുന്നത് -100 ആണ്, അതായത് താഴോട്ടാണ്, ഡൗൺവേർഡാണ്, ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ നോക്കി, സിഗ്മ വി വരച്ചു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റാണ്? 4th ക്വാഡ്രൻ്റാണ് അല്ലേ. അപ്പോൾ ഇത് 1, 2, 3, ഇത് 4th ക്വാഡ്രൻ്റിലാണ് നമ്മൾ റിസൾട്ടൻ്റ് വരുന്നത്. അപ്പോൾ ആ റിസൾട്ടൻറ്റിനെയും കൂടെ ഇങ്ങോട്ട് വരയ്ക്കാം. റിസൾട്ടൻ്റ് 6 ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 316.23 ആണ്. ഇനി അതുപോലെ തന്നെ ആംഗിൾ, ഈ തീറ്റ നമ്മൾ കണ്ടുപിടിച്ചത്. തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഈ റിസൾട്ടൻ്റെ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിളാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്രയാണ്? 18.43 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിസൾട്ടിൻ്റെ നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വരുന്നത് പൊസിഷനാണ് അല്ലേ. അതായത് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പറയുന്നത്? അതായത് ഈ ഒരു റിസൾട്ടൻറ്റിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എ സി എന്ന് പറയുന്ന ഈ ഒരു ലൈനും സി ഡി എന്ന് പറയുന്ന ഈ ഒരു ലൈനിലും എവിടെയാണ്? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതായത് ഇതിൻ്റെ പൊസിഷനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. റിസൾട്ടൻ്റ് എവിടെയാണ് വരുന്നത് എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഈ എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ എടുക്കുകയാണ്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിനെ അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുകയാണ്. ഈ ഇക്വേഷൻ എന്താണ്? അതെന്ന് പറയുന്നത് നമ്മുടെ വാരിഗ്നൻസ് പ്രിൻസിപ്പിളാണ്. എന്താണ് വാരിഗ്നൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്? അതായത് സിഗ്മ എം എ, അതായത് ഈ ഒരു ഫോഴ്സുകൾ, ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് ഫോഴ്സുകളുണ്ട്, ഈ ഫോഴ്സുകളുടെ മൊമെൻറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന പോയിൻ്റ് അബൌട്ടായിട്ടാണ് എടുക്കുന്നത്. എ എന്ന് പറയുന്ന പോയിൻറ്റിന് അബൌട്ടായിട്ട് ഈ ഫോഴ്സുകളുടെ മൊമെൻറ്റ് എടുക്കുക. ആ മൊമെൻറ്റിൻ്റെ സം എന്ന് പറയുന്നത് ഇതിനോട് ഈക്വലാണ് റിസൾട്ടൻറ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. തന്നിരിക്കുന്ന നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ടൻറ്റിനെ നമ്മൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സിഗ്മ എമ്മിനോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമുക്ക് എന്താണ്? ഇതിൽ നമുക്ക് വേണ്ടുന്നത് എക്സ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ റിസൾട്ടൻറ്റും ഈ എയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. മനസ്സിലാവാത്തവരുണ്ടായിരിക്കാം, ഞാൻ മനസ്സിലാക്കി തരാം. ഫസ്റ്റ് നമുക്ക് ഈ സിഗ്മ എം എ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് മൊമെൻറ്റ് എബൌട്ട് എ എന്ന് പറയുന്ന പോയിൻറ്റിന് എബൌട്ടായിട്ട് നമുക്ക് മൊമെൻറ്റ് എടുക്കാം. സിഗ്മ എം എ, അതായത് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക, മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കുക. കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ നമ്മളിത് ചെയ്തതാണ്, അതേപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. സ്റ്റെപ്സിന് ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ വ്യത്യാസമുള്ളത് എങ്ങനെയാണ്? ഫോഴ്സ് തന്നിരിക്കുന്ന ഡയറക്ഷനും അതിൻ്റെ വാല്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് എടുക്കാം. ഫസ്റ്റ് ഈ ഫോഴ്സ് എടുക്കുക. ഈ ഫോഴ്സ് കാരണം ഇവിടെ മൊമെൻറ്റ് ഉണ്ടാകുമോ? എന്ന് പറയുന്ന പോയിൻറ്റിനെ അബൌട്ടായിട്ടാണ് മൊമെൻറ്റ് എടുക്കുന്നത്. അവിടെ മൊമെൻറ്റ് ഉണ്ടാകത്തില്ല 100 ന്യൂട്ടൺ കാരണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്യുന്നത് എയിൽ കൂടി തന്നെയാണ്. അതുകൊണ്ട് 100 ന്യൂട്ടൺ കാരണം മൊമെൻറ്റ് എത്രയാണ്? 0 ആണ്. അടുത്ത ഫോഴ്സ് എടുക്കുന്നു.
അടുത്ത ഫോഴ്സ് പറഞ്ഞാൽ എന്താണ് 200 ആണ്. 200 കാരണം ഇവിടെ മൊമെൻറ്റ് ഉണ്ടാകുമോ? ഉണ്ടാകും. ഇങ്ങനെയായിരിക്കും മൊമെൻറ്റ് ഇക്വേഷൻ. ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഫോഴ്സ് എഴുതുക ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എത്രയാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ഈ ഒരു ഫോഴ്സും ഈ ഒരു ലൈനും ഈ ഒരു പോയിൻറ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് അല്ലേ. ഇതാണ് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത്. എ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 75 mm ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 200 × 75 ചെയ്തു. ഇനിയും ഡയറക്ഷൻ ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ത് മൊമെൻ്റാണ്? അത് ക്ലോക്ക് വൈസ് മൊമെൻ്റാണ്. അതെങ്ങനെയാണ് വരുന്നത്? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും 200 ന്യൂട്ടൺ കാരണം ഇവിടെ മൊമെൻ്റ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇതെന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൈൻ എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ഇത് പ്ലസ് ആണ്. അടുത്തത് 100 എടുത്തു, 200 എടുത്തു. അടുത്തത് ഈ 100 എടുക്കാം. ഇതെന്താണ്? ഇത് ഫോഴ്സ് ആണോ? അല്ല. ഡയറക്റ്റായിട്ട് നമുക്ക് മൊമെൻ്റ് എന്നിരിക്കുകയാണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു 100 ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് പറയുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ഡയറക്റ്റ് മൊമെൻ്റ് ആണ്. അതെന്ത് മൊമെൻ്റ് ആണ്? ഡയറക്ഷൻ നോക്കി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? +100 എന്ന് എഴുതാം. ഈ മൊമെൻറ്റിന് പകരം ആ ഒരു മൊമെൻറ്റ് നമ്മളിങ്ങോട്ട് എഴുതി. എത്രയാണ്? +100. ഇനിയും നമുക്ക് എന്ന് പറയുന്ന പോയിന്റിന് എബൌട്ടായിട്ടാണ് മൊമെൻറ്റ് വേണ്ടുന്നത് അല്ലേ. അപ്പോൾ ഈ 100ൻ്റെ കൂട്ടത്തിൽ ഈ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ? വേണ്ട, ഒരിക്കലും ചെയ്യരുത്. കാര്യം എന്താണ്? ഇത് മൊമെൻറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്, ഫോഴ്സ് അല്ല, ഇത് മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനോട് ഒരിക്കലും ഡിസ്റ്റൻസ് കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്ത് ഒരിക്കലും തെറ്റരുത്. ചിലപ്പോൾ നമ്മൾ എക്സാമിന് സ്പീഡിൽ എഴുതി പോകുമ്പോൾ ഈ 100 × ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ചെയ്തു പോകും. പക്ഷേ ഒരിക്കലും ചെയ്യല്ല, ഇതൊരു മൊമെൻ്റ് ആണ്. ഓക്കെ. ഇനി അടുത്ത ഫോഴ്സ് 300 ആണ്. അടുത്ത നമുക്ക് 300 എടുക്കാം. 300 × പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഈ ഒരു ഫോഴ്സും ഇതും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? കഴിഞ്ഞ പ്രോബ്ലം കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ഈ ഒരു ഫോഴ്സും ഇതും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് എത്രയാണ്? ഈ കാണുന്ന CD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. എത്രയാണ്? 75 ആണ്. മനസ്സിലായോ? അതെങ്ങനെയാണ് വരിക? ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ ഓഫ് ആക്ഷനും ഈ ഒരു പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഈ 75നോട് ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് എന്താണ്? നോക്കിക്കേ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് അല്ലേ. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് കാരണം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് -7400. യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ്. ഇവിടുത്തെ ഫോഴ്സ് ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് മില്ലിമീറ്ററിലാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങളെപ്പോഴും യൂണിറ്റ് ശ്രദ്ധിക്കുക, യൂണിറ്റ് എഴുതാനും മറക്കരുത്. ഓക്കെ. അപ്പോൾ നമുക്ക് ∑ma കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. നമുക്ക് അതായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി എക്സിനെ കാൽക്കുലേറ്റ് ചെയ്യാം. x = എങ്ങനെ എഴുതാം? ആ ഇക്വേഷനിൽ നിന്നും ∑ma / r എന്ന് എഴുതാം. ∑ma നമുക്കറിയാം, ഇതാണ്. അതുപോലെ തന്നെ r എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ആൻസർ കിട്ടുന്നത് 23.4 മീറ്റർ എന്നാണ് കിട്ടുന്നത്. മില്ലിമീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. എത്രയാണ്? 23.4 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടുന്ന എന്താണ്? ഈ റിസൾട്ടൻറ്റിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ AC എന്ന് പറയുന്നത് ഈ ലൈനും CD എന്ന് പറയുന്ന ഈ ഒരു ലൈനിൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ റിസൾട്ടൻറ്റിനെ ലൊക്കേറ്റ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. റിസൾട്ടൻ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ ∑ ∑v വെച്ച് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണെന്നുള്ളത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്താൽ മതി. നമുക്ക് നോക്കാം ഇനിയും എങ്ങനെയാണ് വരുന്നത്? A എന്ന് പറയുന്ന പോയിന്റ് റൈറ്റിലോ അല്ലെങ്കിൽ A എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റിലോ ഏതോ ഒരു പോയിന്റിലാണ് ഈ റിസൾട്ടൻ്റ് ഇരിക്കുന്നത്. എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഞാനിവിടെ ഈ ഒരു പോയിന്റ്, ഇതിൻ്റെ ഏനെ ഇങ്ങോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ റിസൾട്ടൻ്റ് ഇരിക്കുന്നുവെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ആ ഒരു പോയിന്റിന് ഞാൻ E എന്ന് നെയിം ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇവിടെയാണ് റിസൾട്ടൻ്റ് ഇരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് ആ റിസൾട്ടൻറ്റിനെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. റിസൾട്ടൻ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ ഒരു ഡയറക്ഷനിലാണ് ഇരിക്കുന്നത് അല്ലേ. നമ്മൾ ∑v വെച്ച് ഓൾറെഡി നമ്മൾ വരച്ചതാണ്. അപ്പോൾ ഞാൻ ആ റിസൾട്ടൻറ്റിനെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ റിസൾട്ടൻറ്റ് R. എത്രയാണ്? ആറിൻ്റെ വാല്യൂ നമുക്കറിയാം, 316 ആണ്. ആംഗിൾ നമുക്കറിയാം അല്ലേ. ഈ ഒരു ആംഗിൾ നമുക്കറിയാം. എത്രയാണ് ആംഗിൾ? 18.43 ആണ്. ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത്ര നമുക്കറിയാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ എക്സ് എന്ന് പറഞ്ഞ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് ഡിസ്റ്റൻസ് ആണ്? E എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണോ? അല്ല.
ഈ ഒരു നമ്മുടെ റിസൾട്ടൻ്റ് എയുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്രയാണ്? 23.4 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 23.4 എന്ന് പറയുന്നത്. ഇനിയും ഈ ഒരു റിസൾട്ടൻ്റ് എയുടെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യുക? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സിഗ്മ എം എയുടെ ആൻസർ നോക്കുക. എത്രയാണ്? മൈനസ് ആണ് വന്നിരിക്കുന്നത്. -7400 ആണ്. അതായത് സിഗ്മ എം എന്ന് പറയുന്ന മൊമെൻ്റ് എന്ന് പറയുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. മൈനസ് ആയതുകൊണ്ട് ഇതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ എയുടെ ലെഫ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ റിസൾട്ടൻറ്റും എയിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കണം. മനസ്സിലായോ? സിഗ്മ എം എയുടെ മൊമെൻ്റ് നോക്കുക, അത് മൈനസ് ആണ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ റിസൾട്ടൻ്റ് നമ്മൾ എയുടെ ലെഫ്റ്റിലാണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എയുടെ ലെഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ടൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു മൊമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ഒരു റിസൾട്ടൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ത് മൊമെൻ്റാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. ഈ റിസൾട്ടിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും മൊമെൻ്റ്. അപ്പോൾ അത് കറക്റ്റാണ്. എയുടെ ലെഫ്റ്റിലായിട്ടായിരിക്കും ഈ ഒരു പൊസിഷൻ വരുന്നത്. ഇനി എയുടെ റൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് നോക്കാം. റൈറ്റിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരയ്ക്കണം. ഈ ഒരു പോയിന്റിലാണ് ഇരിക്കുന്നത് വിചാരിച്ചോളൂ. ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് അല്ലേ? റിസൾട്ടൻ്റ് ഡയറക്ഷൻ അതുപോലെ ഞാൻ വരച്ച് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ടിൻ്റെ കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ത് മൊമെൻ്റ് ആയിരിക്കും വരിക? നോക്കി, ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. പക്ഷേ നമ്മുടെ സിഗ്മ എം എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഒരിക്കലും ഇവിടെ അല്ല പൊസിഷൻ, ഈ ലെഫ്റ്റിൽ തന്നെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് കറക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ ഡിസൈഡ് ചെയ്യുന്നത്, ഏടെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്നുള്ളത്. നമുക്ക് വേണ്ടുന്ന എന്താണ്? ഈ റിസൾട്ടൻറ്റിൻ്റെ ഈ ലൈൻ ഓഫ് ആക്ഷനും എ സി എന്ന് പറയുന്ന ഈ ഒരു ലൈനും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എവിടെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമുക്കിപ്പോൾ വേണ്ടുന്നത് ഇ എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. എയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഈ ഇരിക്കുന്നതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് എങ്ങനെയാണ്? എളുപ്പമായിട്ട് പറ്റും അല്ലേ? ഞാൻ അതിനെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. കുറച്ച് കൺഫ്യൂഷൻസ് വരുന്നുണ്ട് അല്ലേ ഫിഗറിൽ. അപ്പോൾ ഞാൻ അത്രയും പോർഷനെ മാത്രം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ശ്രദ്ധിച്ചാൽ അതിനെ തന്നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. റിസൾട്ടിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്കറിയാം. ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 23.4 മില്ലിമീറ്റർ ആണ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണാൻ പറ്റും. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഒരു ആംഗിളും അറിയാം, ഈ ഒരു ഡിസ്റ്റൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇ എ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഇ ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇ എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ തീറ്റ എഴുതുക. സൈൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? അപ്പോൾ സൈൻ 18.43 എഴുതി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. അതായത് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് 23.4 ആണ്. ഡിവൈഡഡ് ബൈ ഇതാണ് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഇ എ. അപ്പം ഇ എ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എത്രയാണ്? 74.02 എന്ന് കിട്ടും. അതായത് ഈ ഇയുടെ ഡിസ്റ്റൻസ് എത്ര കിട്ടി? 74.02 എന്ന് കിട്ടി. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇ എയുടെ ഡിസ്റ്റൻസ് കിട്ടി അല്ലേ? 74.02. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. എങ്ങനെയാണ് ഇ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്? ഈസ് ഈക്വൽ ടു ഇ എ നമുക്കറിയാം എത്രയാണ്? 24.02 ആണ്. അതേ പ്ലസ് 75 പ്ലസ് 125 അല്ലേ? ഇത്രയും ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇ സിയുടെ ആൻസർ കിട്ടുന്നത് 274.02 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ഈ റിസൾട്ടൻറ്റിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും എ സി എന്ന് പറയുന്ന ഈ ലൈനും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇ എ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ തൊട്ട് ആൻസർ, ആ ഒരു കേസിലെ ആൻസർ കഴിഞ്ഞു. ഇനിയും അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും സി ഡി എന്ന് പറയുന്ന ഈ ഒരു ലൈനും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എവിടെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ കുറച്ച് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഈ റിസൾട്ടിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടു. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഈ ഒരു ലൈൻ ഓഫ് ആക്ഷനും സി ഡിയും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വേണം. ആ പോയിന്റ് എവിടെയാണ്? ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിന് ഞാൻ എഫ് എന്ന് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ? നമുക്ക് ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? സി എഫ് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണാം അല്ലേ? വലിയൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. അതായത് ഇ സി എഫ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. ഈ ട്രയാംഗിളിൽ നിന്ന് നമുക്ക് ഈ ആംഗിൾ അറിയാം. എത്രയാണ് ഈ ഒരു ആംഗിൾ? 18.43 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ടാൻ തീറ്റ എടുത്താൽ മതിയല്ലോ. നോക്കിക്കേ, ടാൻ ഈ ആംഗിൾ എത്രയാണ്? 18.43 ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് അല്ലേ? ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് സി എഫ് ആണ് അല്ലേ? സി എഫ് ഡിവൈഡഡ് ബൈ അടുത്തത് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ്. അതായത് ഇതിൻ്റെ അഡ്ജസൻറ്റ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 274.02 ആണ്. അപ്പോൾ 274.02. ഇതിൽ നിന്നും സി എഫിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് എത്രയാണ്?
91.31 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അതായത് ഈ സി മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 91.31 മില്ലിമീറ്റർ. ഇതായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? എവിടെയാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ? ഇതാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അതായത് സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 91.31 ഡിസ്റ്റൻസ് മാറിയാണ് അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എ സി എന്ന് പറയുന്ന ഈ ഒരു ലൈനും ഈ ഒരു പോയിന്റ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു.